ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ ഗീതു ഒത്തിരി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഒരു നിമിഷത്തിന് സത്യം പറഞ്ഞാൽ നിരാശ തന്നെയാണ് ഗീതുവിന് കിട്ടിയത്. നിരാശയല്ല, എന്താ പറയുക, ചങ്ക് പൊട്ടിപ്പോകുക എന്നൊക്കെ പറയുമല്ലേ. നമ്മൾ വിശ്വസിച്ച് കൂടെ നിന്ന ആൾ നമ്മളെ ചതിക്കുക എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് വിജയലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ്റെ ജീവനായിരുന്നു. താൻ ഏറെ സ്നേഹിച്ചിരുന്നു, ഒരമ്മയുടെ സ്നേഹം തനിക്ക് കിട്ടിയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഏറെ വിശ്വസിച്ച ആള് തന്നെ വഞ്ചിച്ചു എന്നറിഞ്ഞ ഗീതു എന്താ പറയുക, അന്തവും കുന്തവും ഇല്ലാതെയാണ് നടന്നു പോകുന്നത് കേട്ടോ. അപ്പം ആ ഒരു സീൻ തന്നെയാണ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ അജാസ് ആണെങ്കിൽ വണ്ടി അതായത് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരികയാണ് ഗീതുവിനെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഗീതുവിനെ കൊണ്ടുപോകാനായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുമ്പോഴേക്കും പെട്ടെന്ന് ഗോവിന്ദൻ വിളിക്കുകയും എന്തൊക്കെയോ ഫയൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. ഗോവിന്ദനാണോ അതോ ഇനിയിപ്പം ഓഫീസിൽ നിന്ന് വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല. ഫോൺ ആരോ വിളിച്ചു. അപ്പം ഫയൽ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോഴത്തേക്കാണ് ആ ഒരു നഗ്ന സത്യം നമ്മുടെ അജാസ് തിരിച്ചറിയുന്നത്. അജാസ് നോക്കുമ്പം അജാസിൻ്റെ മദറിൻ്റെ സ്ഥാനത്ത് നെയിം കൊടുത്തിരിക്കുന്നത് വിജയലക്ഷ്മി സുബ്രഹ്മണ്യം. ഇത് കേട്ട് കഴിഞ്ഞതും, അതും ബയോളജിക്കൽ മദർ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞതും വല്ലാത്ത ഷോക്കിൽ ഇരിക്കുന്ന നമ്മുടെ അജാസിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പം വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ഗോവിന്ദ് സാറിൻ്റെ അമ്മയാണോ? ഇതിനിയിപ്പം ഞാൻ ഗീതുവിനോട് എങ്ങനെ പറയാതിരിക്കും? ഗീതു അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമല്ലേ ഇത്. ഇതുവരെ ഗീതു അത് കണ്ടുപിടിച്ചിട്ടില്ല. ഒത്തിരി പാടുപെടുന്നുണ്ട് ഗീതു. ഇനിയിപ്പോൾ പെങ്ങളോട് ഞാനിത് എങ്ങനെ പറയും? അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം ഗോവിന്ദ് സാറിന് അത് വലിയൊരു ദോഷമായിട്ട് തീരുമോ? ഇതിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ ആ ഒരു ഫയലുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഗീതു വന്നതും ആ ഫയൽ പെട്ടെന്ന് പുറകിലേക്ക് അങ്ങ് എടുത്തു വെച്ചു കേട്ടോ. ബാക്ക് സീറ്റിലേക്ക് അങ്ങ് എടുത്തു വെച്ചിട്ട് നമ്മുടെ അജാസ് പറഞ്ഞു, അയ്യോ ഗീതു, ഞാൻ കുറച്ച് താമസിച്ചു പോയി, അതുകൊണ്ടാണോ ഗീതു ഇങ്ങോട്ട് നടന്നു വന്നത്? കുറച്ച് ലേറ്റായി പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഗീതുവിൻ്റെ മുഖം ഇങ്ങനെ വീർത്ത് കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഇനിയിപ്പോൾ അജാസ് താമസിച്ചത് കൊണ്ടാണോ ഗീതുവിൻ്റെ മുഖം വീർത്ത് കെട്ടിയിരിക്കുന്നത് എന്ന് അജാസും കരുതി. അങ്ങനെ അജാസ് കുറേ സോറിയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതും കൊണ്ടൊന്നും അല്ല അജാസേ, ഇക്കാന്നാട്ടോ, അജാസേ എന്നല്ല ഇക്ക. നമ്മൾ വിശ്വസിക്കുന്നവർ നമ്മളെ പലപ്പോഴും ചതിക്കുക ചെയ്യുന്നത്. പ്രത്യേകിച്ച് എന്നെ, ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നവർ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക. അവനവൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്നോട് കൂട്ടുകൂടുന്നത് ചിലവരൊക്കെ. അതുപോലെ എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ എന്നെയും അതുപോലെയാണോ ഗീതു കാണുന്നതെന്ന് ചോദിച്ചപ്പം ഒരിക്കലും ഇക്കാടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നവർ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത സങ്കടം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. അപ്പോൾ ഈ സങ്കടം പ്രകടിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അജാസ് പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇങ്ങനെ വിഷമിക്കുകയൊന്നും ചെയ്യരുതേ. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ നിന്നൊക്കെ റിലീഫ് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. പുറകിലെ ബാക്ക് സീറ്റിൽ നമ്മുടെ ഗോവിന്ദ് സാറിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന എല്ലാ ഒരു ഫയലുണ്ട് അതിനകത്ത് ഫുൾ എന്താ പറയുക, നമ്മുടെ ഗോവിന്ദ് സാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അതൊന്നൊക്കെ എടുത്ത് നോക്ക്. അപ്പം നമ്മുടെ മനസ്സിന് റിലാക്സ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദ് സാർ ചില്ലറക്കാരനൊന്നും അല്ലായിരുന്നു. കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വലിയ എന്താ പറയുക, ഒളിമ്പിക്സിലൊക്കെ പോയി മത്സരിച്ചിട്ട് മെഡലും ഒക്കെ കിട്ടിയ ആളാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെ ഒളിമ്പിക്സിൽ പോയാലും എന്താ, ഇപ്പം എൻ്റെ ഭർത്താവല്ലേ, എന്തൊക്കെ കിട്ടിയാലും എന്തൊക്കെ ഒളിമ്പിക്സിൽ പോയാലും ഇപ്പം എൻ്റെ ഭർത്താവ് തന്നെയാണ്. അതിന് യാതൊരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അജാസ് ചിരിച്ചിട്ട് പറഞ്ഞു, അത് ഏതായാലും എടുത്ത് നോക്കും മേഡം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്, മേഡം എന്നല്ല പെങ്ങളെ എന്ന് പറഞ്ഞപ്പം അതിൻ്റെ കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞ് വണ്ടി വിട്ടങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പം വണ്ടി വിട്ടങ്ങ് പോകുന്നു. അപ്പം ഇതിനിടയിലായിട്ട് ഗീതു പല കാര്യങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. വേറൊന്നുമല്ല ചിന്തിക്കുന്നത്, തനിക്ക് വാക്ക് തന്ന വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്നെൻ്റെ മുന്നിൽ രഞ്ജുവിനെ കൊണ്ട് നിർത്തുന്നോ അന്ന് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന വിജയലക്ഷ്മിനെയൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ കരയാതെ കരയുകയാണ്. കണ്ണുനീരൊന്നും വരുന്നില്ല, പക്ഷേ കരയാതെ കരയുക തന്നെയാണ് ഗീതു ചെയ്യുന്നത്. അങ്ങനെ ഒരു വീട്ടിൽ അറയ്ക്കൽ തറവാട്ടിന് മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയപ്പോഴത്തേക്കും ആ ഒരു ഫയൽ കൊടുത്തിട്ട് പറഞ്ഞു, മേഡം ഈ ഫയൽ കയ്യിൽ, മേഡം നല്ല എപ്പോഴും മേഡം നാളെ വിളിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഈ മേഡം കയറി വരുന്നത്. പെങ്ങൾ ഈ ഫയൽ കയ്യിൽ വെക്കുക. ഗോവിന്ദ് സാറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഫയലല്ലേ, അപ്പോൾ ഇത് കയ്യിൽ, ഇതിൻ്റെ ഫുൾ അവകാശവും ഇതിൻ്റെ ഉത്തരവാദിത്വം ഫുൾ ഏറ്റെടുക്കേണ്ടത് അത് മേഡം തന്നെയാണ്, അത് ഞാനല്ല ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ ഇനി മുതൽ ഈ ഫയൽ മേഡത്തിൻ്റെ കയ്യിലിരുന്നാൽ മതി എന്ന് പറയാം. നമ്മുടെ അജാസ് പറയാതെ പറയുന്നതാണ് കേട്ടോ. കാരണം ഇത് അജാസിന് പറയാൻ പറ്റില്ല. അജാസ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗോവിന്ദനോട് ചെയ്യുന്ന വലിയൊരു എന്താ പറയുക, നീതികേടായി പോവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഫയൽ ഗീതുവിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗീതു ഇത് നോക്കി കണ്ടുപിടിച്ചാൽ ഗീതു കണ്ടുപിടിച്ചെന്നാണല്ലോ ആ ഒരു ഇത് വരുവുള്ളൂ. അപ്പം നമ്മുടെ
അജാസ് അതായത് മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങളൊന്നും ചെയ്യുന്ന കൂട്ടത്തിലുള്ളതല്ല. നമ്മുടെ ഗോവിന്ദൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ്, ഗോവിന്ദൻ്റെ വിശ്വസ്തനാണ്. അപ്പം അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ ഗീതുവിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് തുറന്നു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതുവിന് സത്യമൊക്കെ അറിയാൻ പറ്റുമേ. അപ്പം അതുകൊണ്ടാണ് അത് അടിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ ഗീതു അത് മേടിച്ചിട്ട് ഇത് ഞാനങ്ങ് കത്തിച്ച് കളയാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അത് പെങ്ങളത് കത്തിക്കരുത്, ഇത് നമുക്ക് ആവശ്യമുള്ള സാധനം തന്നെ, ഇത് സൂക്ഷിച്ച് വെച്ചേക്കണം, ഇതൊക്കെ തുറന്നൊന്ന് നോക്കുക, ഇതൊക്കെ തുറന്നൊന്ന് വായിച്ച് നോക്കിയൊക്കെ പഠിക്കുക എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അത് മേടിച്ചു, മനസ്സോടെ അത് മേടിച്ചു. അത് മേടിച്ചുകൊണ്ട് അകത്ത് കയറി ചെല്ലുമ്പോഴാണ് അവിടെ പ്രിയ വന്നിരിക്കുന്നത്. പ്രിയ ആയിക്കോട്ടെ ഭൂകമ്പം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. നമ്മുടെ രഞ്ജു ആരാണെന്ന് അറിയണം, രഞ്ജുവും അതുപോലെ നമ്മുടെ ഗോവിന്ദൻ തമ്മിലുള്ള ബന്ധം അറിയണം. അപ്പം ആ ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേഖയും അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചനയൊക്കെ ആയിട്ട്. അപ്പോഴത്തേക്കുമാണ് ഗീതു കടന്നു വരുന്നത്. അപ്പം ഗീതു വന്ന ഉടനെ തന്നെ നമ്മുടെ പ്രിയ ഓടി ചെന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്, എനിക്കറിയില്ല, ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ല എന്തിയാ കുഞ്ചു എന്തിയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെന്താ നീ ഇപ്പോൾ രഞ്ജുവിനെ തിരക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ ഗീതു. അപ്പം ഗീതുവിനോട് പറഞ്ഞു അവൾ ഈ വീട്ടിൽ ആരാന്ന് എനിക്ക് അറിയണം, ഗോവിന്ദേട്ടൻ്റെ ആരാ, ഗോവിന്ദേട്ടൻ്റെ അനിയത്തിയായിട്ട് കാണാൻ അവൾ ഗോവിന്ദേട്ടൻ്റെ ആരാന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് ഗീതു ഞെട്ടിപ്പോയി. ഗോവിന്ദേട്ടൻ്റെ അനിയത്തിയോ, അതപ്പോൾ ആരാ നിന്നോട് പറഞ്ഞത്, അല്ല നിന്നോട് ഈ വക കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞത് പ്രിയാന്ന് ചോദിച്ചപ്പോൾ എന്നോട് വേറെ ആരുമല്ല ഗോവിന്ദേട്ടൻ തന്നെയാണ് പറഞ്ഞത് പെങ്ങളെപ്പോലെയാണെന്ന്. എൻ്റെ പൊന്നു പ്രിയ, പെങ്ങളെ പോലെയല്ലേ, അതിപ്പം ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഓർത്ത് അങ്ങനെ പറഞ്ഞതായിരിക്കും, അതിന് നീ എന്തിനു ഇത്രമാത്രം ടെൻഷൻ ആകുന്നതെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, ഒരേ ഒരു പെങ്ങളേ ഉള്ളൂ, അത് ഞാൻ മാത്രമായിരിക്കണം, അതെന്നും അങ്ങനെ തന്നെ മതി, വേറൊരു പെങ്ങൾ എൻ്റെ ഏട്ടനും വേണ്ട, അതൊരു പറച്ചിലിന് പോലും അതിൻ്റെ കാര്യമില്ല, പെങ്ങളെപ്പോലെ എന്ന് പോലും പറയണ്ട, എൻ്റെ ഏട്ടൻ ഇത്രയും നാളും ജീവിച്ചത് എനിക്ക് വേണ്ടിയല്ലേ, ഇനിയും എനിക്ക് വേണ്ടിയും എൻ്റെ ഏട്ടന് വേണ്ടിയും ജീവിച്ചാൽ മാത്രം മതി, വേറൊരു ബന്ധം എൻ്റെ ഏട്ടന് വേണ്ട, അത് ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വയലൻ്റ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയയോട് രേഖ പറഞ്ഞു, മോളെ നീ അടങ്ങ്, പറഞ്ഞല്ലോ ഗോവിന്ദേട്ടൻ വെറുതെ പറഞ്ഞതായിരിക്കും അതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേഖയോട് ഗീതു പറയുന്നുണ്ട്, രേഖേച്ചി ഒന്നും പറയണ്ട, ഞാൻ അവളെ പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കോളാം, ഒരു കാര്യം ചെയ്യേ, എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ പ്രിയ നീ വാ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ ഗോവിന്ദൻ വിളിച്ചിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻസ് ഒക്കെ അറിയാൻ വിളിച്ചതാണ്. അതുപോലെ തന്നെ രഞ്ജു എന്തിയെ എവിടെയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം രഞ്ജു സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്, രഞ്ജുവിന് വേറെ പ്രശ്നമൊന്നുമില്ല, ഗോവിന്ദേട്ടനേക്കാളും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാൻ രഞ്ജുവിനെ കൊണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ ഗോവിന്ദന് കുറച്ച് ആശ്വാസമായിട്ടോ. ഏതായാലും നമ്മുടെ ഗോവിന്ദൻ ഫോൺ കട്ട് ചെയ്തിട്ട് എന്താ പറയുക, സന്തോഷത്തിൽ തന്നെ ഇരിക്കുകയാണ്. തൻ്റെ മനസ്സറിയുന്ന ഒരു ഭാര്യ, തന്നെ എന്തിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ഭാര്യ, ഏതൊരാളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദൻ എനിക്ക് ദൈവമായിട്ട് കൊണ്ട് തന്നാണ് ഗീതുവിനെ എന്നൊക്കെ ആ ഒരു ഇതിൽ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. ഇതേ സമയത്തായിക്കോട്ടെ നമ്മുടെ പ്രിയ പൊട്ടിത്തെറിക്കുക തന്നെയാണ്. അപ്പോൾ പ്രിയ ചോദിക്കുകയാണ്, എനിക്ക് വേറൊന്നും അറിയണ്ട, ഇനി രഞ്ജു ഇവിടെ വരാൻ പാടില്ല, രഞ്ജു ഈ വീട്ടിൽ ഇനി കാണാൻ പാടില്ല, രഞ്ജു ഇവിടെ വന്ന് താമസിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഗീതുവിനോട് പറയുന്നു. അപ്പം ഗീതു പറയുന്നുണ്ട്, മോളെ നിനക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വിനോദും വന്ന് ചോദിക്കാം, ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗോവിന്ദേട്ടനെ അവൾ ഗോവിന്ദേട്ടൻ്റെ പെങ്ങളെ പോലെയാണെന്നല്ലേ പറയുന്നുള്ളൂ, ഫ്രണ്ടാണെന്ന് പറയുന്നത്, സത്യത്തിൽ എന്താണ് ബന്ധം എന്ന് തുറന്നു പറഞ്ഞാൽ എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിനോദിനോട് ഗീതു പറയുന്നുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അന്വേഷിക്കാം, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കണ്ടൊക്കെ പിടിക്കാം, നിങ്ങളിപ്പം സമാധാനമായിട്ടിരിക്കും, ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ പ്രിയയ്ക്ക് ഇങ്ങനെ ടെൻഷനൊന്നും അടിക്കേണ്ട സമയമല്ല, ഞാനല്ലേ പറയുന്നത് പ്രിയ, നിൻ്റെ ഗീതു ചേച്ചിയാണ് പറയുന്നത്, ഞാൻ ഒരിക്കലും നിനക്ക് ദോഷം വരുന്നൊന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രാധികാമ്മയുടെ ഫോണിലേക്ക് പഴയ ആ ഒരു വീഡിയോ വരികയാണ് കേട്ടോ. നമ്മുടെ സുവർണ വെല്ലുവിളിച്ചില്ലേ, അതായത് രാധികാമ്മയും അതുപോലെ വരുണും ഒക്കെ ചേർന്നാണ് ഗോവിന്ദനെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞൊരു പണ്ടത്തെ വീഡിയോ നമ്മുടെ കിഷോർ മാറ്റിവെച്ച വീഡിയോ. ആ വീഡിയോ കിഷോർ രാധികയുടെ ഫോണിലേക്ക് അയച്ചു കൊടുത്തിട്ട് ചെറിയൊരു ഭീഷണി നടത്തുക, വേറൊന്നുമല്ല ഭീഷണി, ഈ വീഡിയോ കണ്ടത് രാധിക വിളിച്ചു കേട്ടോ, നമ്മുടെ കിഷോറിനെ വിളിച്ചിട്ട് നീ എന്താണ് ഈ പഴയ വീഡിയോ ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് ചോദിച്ചപ്പം അത് ആവശ്യമുണ്ട് മാഡം, ഈ വീഡിയോ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്, അല്ല എനിക്കൊരു ഡീലുണ്ടായിരുന്നു 10 കോടി രൂപ, അത് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മറിഞ്ഞു നിന്ന് അവർണിക കേൾക്കുന്നുണ്ടേ. അപ്പോൾ അവർണിക ഇത് കേട്ടിട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്, കാരണം 10 കോടി രൂപയ്ക്ക് വേണ്ടി ഗീതുവിന് ഒറ്റിക്കൊടുക്കുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞത് രാധിക പറഞ്ഞു, എടാ നിനക്ക് ഞാൻ തന്ന ദൗത്യം നീ പൂർത്തീകരിച്ചോ? ഇല്ലല്ലോ, ഞാൻ ചെയ്യാൻ പറഞ്ഞ ഒരു ദൗത്യവും നീ പൂർത്തീകരിച്ചിട്ടില്ല, നീ ഗീതുവിന് ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല, പിന്നെ എന്തിനാണ് ഞാൻ നിനക്ക് പൈസ തരുന്നത്? ഞാൻ തരത്തില്ല.
ഒരിക്കലും പൈസ തരത്തില്ല. വേണമെങ്കിൽ നിനക്ക് ഹോസ്പിറ്റൽ ചിലവിലായിട്ട് ഒരു 20,000 ഒരു 10,000 തരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് വേണമെങ്കിൽ അവിടെ വരുന്ന ഭിക്ഷക്കാർക്ക് എൻ്റെ ഭിക്ഷയായിട്ട് കൊടുത്തോ എന്നിങ്ങനെ പറയുക. എന്നിട്ട് പറഞ്ഞു മേഡം എനിക്ക് പൈസ ഒന്നും തരണ്ട, പക്ഷേ ഈ പ്രൂഫെല്ലാം ഞാൻ ഗീതുവിനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാധിക വല്ലാണ്ടങ്ങ് ടെൻഷനാകുകയാണ്. അപ്പോൾ രാധിക ഈ ഒരു വീഡിയോ ലീക്കായി പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന രാധികയ്ക്ക് തന്നെയാണെന്ന് രാധികയ്ക്ക് അറിയാം. അതുകൊണ്ട് രാധിക പറഞ്ഞു നീ പെട്ടെന്ന് എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, അതിനൊക്കെ ഞാൻ ആലോചിക്കാം. നീ എന്തിനാ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്നെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇത് ബ്ലാക്ക് മെയിലൊന്നുമല്ല, ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ തന്നില്ല എങ്കിൽ ഇതെനിക്ക് ഗീതുവിനെ കാണിക്കേണ്ടി വരും. ഗീതു ചിലപ്പോൾ ഇത് ഞാൻ കാണിക്കുമ്പോഴത്തേക്കും ഗീതു ചിലപ്പം കോടികൾ എനിക്ക് സമ്മാനിക്കും. അതുപോലെ ഗോവിന്ദ് സാർ ഉണ്ടല്ലോ, പുള്ളിക്കാരനും എനിക്ക് കോടികൾ സമ്മാനിക്കും എന്ന് പറയുമ്പം നീ ഇപ്പം നിൻ്റെ ജോലി തന്നെ നിനക്കിപ്പം താൽക്കാലികമാണ് AGM ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ. പിന്നെ നീ എന്ത് വെല്ലുവിളിക്കുന്ന ഈ പറയുന്നതെന്ന് പറഞ്ഞപ്പം അതൊക്കെ രാധികാമ്മ കണ്ടോ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് രാധികാമ്മ കണ്ടോളാൻ പറഞ്ഞു. അവർണിക ഇത് മാറി നിന്ന് കാണുന്നു. അവർണിക മനസ്സിലിങ്ങനെ കരുതുകയാണ്, ഒരിക്കലും ഈ ഒരു ചതി നടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ വീഡിയോ എടുത്തിട്ട് ഇത് ഗീതുവിന് തന്നെ തിരിച്ചേൽപ്പിക്കണം, ഗീതുവിൻ്റെ നിരപരാധിത്വം അത് തെളിയണം എന്ന ആ ഉറച്ച തീരുമാനത്തോടു കൂടി അവർണികയും നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പം മിസ് ചെയ്ത് കളയാതെ തന്നെ വൈകിട്ട് കാണുക, അടിപൊളി വിശേഷമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുതിയ വ്ളോഗ് ചാനൽ നമ്മൾ പുതിയ വ്ളോഗ്സൊക്കെ ചെയ്യുന്നുണ്ട്, ഡെയിലി വ്ളോഗ്, അതുപോലെ തന്നെ എന്താ പറയുക ട്രാവൽ ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പം. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോസ്റ്റിൻ്റെ മുകളിലായിട്ട് ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് കിടപ്പുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോവുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെയൊക്കെ പറയാം കേട്ടോ. അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.